ഹലോ ഗൈസ്, എല്ലാവർക്കും സൈക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ പാണ്ടക്കെട്ടുമൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. എൻ്റെ പരോളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ 1.5 മാസത്തോളം ഞാൻ വീട്ടിൽ നിന്നു. ഞങ്ങൾ പോവാണ്. വിഷു ഒക്കെ ആവുന്നതിന് മുമ്പ് പോവാണ്. എല്ലാവരും ചോദിച്ചു വിഷു കഴിഞ്ഞിട്ട് പോയാൽ പോരെയെന്ന്. പക്ഷേ വിഷു അവിടെ കൂടാന്ന് ഓർത്താണ്. അവിടെ വിഷുവേലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചി അമ്മയൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പോന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടാവുമല്ലോ, എല്ലാവരും കൂടെ വരുമ്പോഴത്തേന് ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ഓടണ്ടേ. അപ്പോൾ ഞങ്ങളും കൂടെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. മണിക്കൂട്ടൻ എല്ലാവരോടും യാത്ര പറയുകയാണ്. എല്ലാവരും സങ്കടം വന്ന് വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. ചിന്നൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം. ഇത്രയും ദിവസം കളിക്കാൻ ആളുണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കളിക്കണ്ടേന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ കണ്ണപ്പനോടും മാമനോടും എല്ലാവരോടും യാത്ര പറഞ്ഞത് ആ മണിക്കൂട്ടിനെ ഇറങ്ങുകയാണ്. മാമിക്കൊക്കെ നല്ല വിഷമമായിരുന്നു. ഭീമയാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ഓരോ സ്ഥലം നോക്കി നടന്നിട്ട് ഭീമയ്ക്ക് കിട്ടിയേ ഇല്ല. അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ദിവസത്തെ ചന്നു ഒടുവിൽ ഞങ്ങൾ പിന്നെ പോവാണ്. ഇണക്കവും സന്തോഷമൊക്കെ നിറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ. ഞാൻ ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. മാർച്ച് 20-ാം തീയതി എടുക്കുന്ന വീഡിയോ ആണ്. എന്നാണ് അപ്ലോഡ് ചെയ്യാമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിൻ്റെ സങ്കടവും എന്നാൽ പാലക്കാട് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ സന്തോഷവും എല്ലാം കൂടെയുണ്ട്. അങ്ങനെ അവർ പോയി. ഏട്ടൻ അവരെ കൊണ്ടുവിടാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് വന്നത്. അപ്പോൾ ഓട്ടോ അവിടെ കിടപ്പുണ്ടപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് 2:20 ആവും. ഏട്ടൻ നേരത്തെ വന്നതാണ്. ലീവ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് റിട്ടേൺ അടിച്ച് അങ്ങനെ പോകുന്നത്. അപ്പം ഭീമയ്ക്ക് വീഡിയോ എടുക്കാനുള്ള കൂട്ടൊക്കെ പോകണമെന്നല്ലോ എന്ന് ഓർത്തിട്ടുള്ള സങ്കടമാണ് ഭീമയ്ക്ക്. അങ്ങനെ ട്രെയിനും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 2:20 വരെയും പോസ്റ്റ് അടിച്ച് അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചായയും വടിയൊക്കെ തിന്ന് ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിൽ വെച്ച് സിസ്റ്റർമാരെയും അപ്പച്ചന്മാരെയും അങ്ങനെ കുറേ പേരെ ഞങ്ങൾക്ക് കൂട്ട് കിട്ടി. നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്കിതുപോലുള്ള കുടുംബങ്ങൾക്കൊക്കെ കൂട്ട് കിട്ടുമല്ലോ, സ്വാഭാവികം. അങ്ങനെ ഓരോ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തിരക്കി അങ്ങനെയല്ലേ നമ്മുടെ സമയം പോകുന്നത്. അപ്പോൾ അങ്ങനെ പാലക്കാട്ടോട്ടുള്ള യാത്ര ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിനി വെളിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ കിടന്നു ഇരുന്നുമൊക്കെ ഞങ്ങൾ തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ബൈക്കിനാണ് പിന്നെ തൃശ്ശൂരിൽ നിന്ന് പോയത്. ഏട്ടൻ തൃശ്ശൂർ അവിടെ കൊണ്ട് ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.